ഞാനിപ്പോഴും വടുതലയിലെ സൂര്യാസ്തമയങ്ങൾ സ്വപ്നം കണ്ടുണരാറുണ്ട്. ഫെബ്രുവരി 3, 2024 ഈ യാത്രയിലെ ഋഷികേശിലെ എൻ്റെ ആദ്യത്തെ പകൽ. ഞാൻ രാവിലെ ഏതാണ്ട് 7 മണിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ നാട്ടിൽ നിന്നിങ്ങനെ നോർത്തിലേക്ക് ഒരു വിൻ്റർ ടൈമിൽ, ഒരു മിഡ് വിൻ്റർ മോർണിംഗിൽ എഴുന്നേറ്റ് നമ്മൾ രാവിലെ പല്ല് വെക്കുന്ന സമയത്ത് ആ വെള്ളം കൊണ്ട് മുഖം കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പായിരിക്കും അത്. നമുക്കതുമായിട്ട് അക്ലമൈറ്റൈസ് ആവാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ രാവിലെ ഒരു 7 മണിക്ക് എഴുന്നേറ്റ് ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. 8 മണിക്ക് തന്നെ നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. പുറത്ത് നല്ല വെയിൽ കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്. വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ ഭീകരമായ തണുപ്പ് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം ആയിരിക്കെ തന്നെ ഈ പറഞ്ഞ പോലെ തണുപ്പ് സഹിക്കാൻ പറ്റാതെയാണ് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നത്. ഞാൻ വെറുതെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴേക്കാണ് ഗംഗ എന്ന കണക്കൂട്ടലിൽ ഞാനൊരു റാൻഡം റോഡ് എടുത്ത് അതുവഴി നടക്കുകയാണ്. നമ്മൾ ഗംഗയുടെ അടുത്തായിരിക്കണം ജോഗ്രഫിക്കലി എത്തേണ്ടത്. നടന്ന് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ല ചായയുടെ മണം വരാൻ തുടങ്ങി. ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പല കടകളിൽ നിന്ന് ചായ കുടിക്കുകയും അതിൽ ഏറ്റവും നല്ല ചായ കണ്ടെത്തുകയും പിന്നെ തുടർന്ന് അവിടെ നിന്ന് മാത്രം ചായ കുടിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ശീലം എൻ്റെ എല്ലാ യാത്രകളുടെയും ഭാഗമാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പിൽ നിറയ്ക്കുന്ന കുല്ലട്ട് ചായ കുടിക്കുകയും കുറേ കാലം മിസ് ചെയ്തിരുന്ന നോർത്ത് ഇന്ത്യയുടെ ചായയുടെ ആ ഒരു മണ്ണിൻ്റെ രുചി ചേർന്നിട്ടുള്ള ചായയുടെ ആസ്വാദം ആസ്വദിക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളിലും ഗ്രൗണ്ടുകളും പാർക്കിംഗ് ഏരിയാസിലും ഒക്കെ ആയിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് വാഹനങ്ങളിലും അതിൻ്റെ മുകളിലെല്ലാം റാഫ്റ്റിംഗ് ബോട്ടുകളും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സന്യാസി വേഷത്തിലുള്ള ഒരുപാട് മനുഷ്യരെയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഋഷികേശിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെൻഡ് എന്ന് പറയുന്നത് ഈ ഡിവോഷനും സ്പിരിച്വാലിറ്റിയും അതിനൊപ്പം തന്നെ അഡ്വഞ്ചറും ചേർന്നൊരു പ്രത്യേക ബ്ലെൻഡാണ് ഋഷികേശിൻ്റേത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ വെയിൽ കായാനായിട്ട് പുറത്തു വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായക്കടക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വളരെ നല്ല വെയിൽ കിട്ടുന്നതെന്ന്. അങ്ങനെ ഞാൻ നടന്ന് ഒടുവിൽ ഗോഘട്ട് എന്ന് പറയുന്ന ഒരു കടവിലെത്താറാവുകയും എൻ്റെ ഈ യാത്രയിലെ ഗംഗയുടെ ആദ്യത്തെ വ്യൂ ഞാൻ കാണുകയും ചെയ്തു. കമ്പാരിറ്റീവ്ലി യാത്രക്കാർ വളരെ കുറവായിരുന്നതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോടെയായിരുന്നു ഈ ഒരു കടവുണ്ടായിരുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരും ഈ പറഞ്ഞ പോലെ വെയിൽ കാഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഈ കടവിലേക്ക് ഇറങ്ങി നടക്കുകയും അവിടെ ഒരു പാറ കണ്ടെത്തുകയും ഈ പാറയുടെ മുകളിലെത്തി അവിടെ കുറച്ച് നേരം വെറുതെ ഇരിക്കുകയും ചെയ്തു. വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കെൻ്റെ ഇടതുഭാഗത്തായിട്ട് ലക്ഷ്മൺ ഝൂലയുടെ മറുവശത്തായിട്ട് ത്രയംബകേശ്വർ ക്ഷേത്രവും അതുപോലെ ഇതിന് തൊട്ട് മുന്നിൽ തന്നെ ഈ ഗോഘട്ടിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ തീരത്തേക്കും അപ്പുറത്തെ കടവിൽ നിന്ന് തിരിച്ചും സഞ്ചരിക്കുന്ന ചെറിയ ബോട്ടുകൾ കാണാൻ സാധിച്ചു. ഒരുപാട് ആളുകൾ റാഫ്റ്റിംഗ് ബോട്ടുകളിൽ ഗംഗയുടെ ഈ ഒഴുക്കിനൊപ്പം പോകുന്നത് കാണാൻ സാധിച്ചു. ഗംഗയിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന സന്യാസിമാരും അതുപോലെ തന്നെ യോഗയിലും മെഡിറ്റേഷനിലും ഒക്കെ ആയിരിക്കുന്ന ഒരുപാട് വിദേശികളെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി വളരെ ആളുകൾ കുറവുള്ള നല്ല സമാധാനമുള്ള ഒരു പകലായിരുന്നു അത്. ഗോഘട്ടിലിരുന്ന ആ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ ഋഷികേശിനെ കുറിച്ചുള്ള ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇംപ്രഷൻ ആയിരുന്നു. ജോയ്സ് ഹോസ്റ്റലിൽ 3 സ്റ്റേ ഓപ്ഷൻസ് ആയിരുന്നു ഉള്ളത്. 8 പേര് ഷെയർ ചെയ്യുന്ന ഡോർമെട്രി പെർ നൈറ്റ് 250 റുപ്പീസ്, 6 പേര് ഷെയർ ചെയ്യുന്ന ഡോർമെട്രി പെർ നൈറ്റ് 300 റുപ്പീസ്, അതുപോലെ സിംഗിൾ റൂം 800 റുപ്പീസ്. 800 റുപ്പീസിൻ്റെ റൂമിന് ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡ്സിൽ 1300 ആണ്. എനിക്ക് ആ റൂം 800-ന് തന്നു. കാരണം 2 ഡോർമെട്രീസും ഇന്നലെ വീക്കെൻഡ് ആയതുകൊണ്ട് 2 ദിവസത്തേക്ക് ഫില്ലായിരുന്നു. അപ്പോൾ 2 ദിവസങ്ങൾക്ക് ശേഷം ഈ ഡോർമെട്രീസിലേക്ക് മാറാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഡോർമെട്രി 2ഉം അത്യാവശ്യം നല്ല കൺജസ്റ്റഡ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഡോർമെട്രി ഒട്ടും വർക്കായില്ല. മാത്രമല്ല എൻ്റെ ബഡ്ജറ്റിൽ ഡെയിലി ഒരു 800 റുപ്പീസ് ഒരു റൂമിന് കൊടുക്കാനുമില്ല. 800-ന് റൂമും എനിക്ക് പേഴ്സണലി അത്ര വർത്തായിട്ട് തോന്നിയില്ല. ഞാൻ മറ്റ് ഹോസ്റ്റൽ ഓപ്ഷൻസ് നോക്കിയ സമയത്ത് ഹോസ്റ്റലിന് ഏതാണ്ട് 600 റുപ്പീസ് പെർ നൈറ്റും ഹോസ്റ്റൽ പ്ലസ് എന്ന് പറഞ്ഞ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് 1000+ ആയിരുന്നു. ഞാൻ എയർബിഎൻബിയിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കാണുകയും ഏതാണ്ട് 800 രൂപയ്ക്ക് തന്നെ മുറികളുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി നേരിട്ട് പോയി സംസാരിക്കുകയാണെങ്കിൽ ഒരു 10 ദിവസത്തേക്കൊക്കെ നിൽക്കാമെന്ന് പറയുകയാണെങ്കിൽ
കുറച്ച് റേറ്റ് കുറയ്ക്കാൻ പറ്റും, ഒരു 500 റുപ്പീസിന് റൂം കിട്ടുകയാണെങ്കിൽ റൂം എടുക്കാം എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഈ ഹോസ്റ്റിന് മെസ്സേജ് അയച്ചു. പക്ഷെ എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. എയർബിഎൻബിയിൽ നമുക്ക് ഹോസ്റ്റിന്റെ പേര് മാത്രമേ കാണിക്കുള്ളൂ, അപ്പോൾ പ്രോപ്പർട്ടിയുടെ പേര് അതിലുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഈ ഗാലറിയിലെ പിക്ചേഴ്സിലൂടെ പോകുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ബോർഡ് കാണാനിടയായി. മൗണ്ട് വാലി മാമ കോട്ടേജ് എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. അങ്ങനെ ഈ പേര് കണ്ട് ഈ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അങ്ങനെ ഈ പ്രോപ്പർട്ടി കണ്ടെത്തുകയും അങ്ങനെ അവിടേക്ക് നടന്നു പോവുകയും ചെയ്തു. അവിടെ ചെന്ന് ഓണറെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം ഒരിക്കലും 500 രൂപയ്ക്ക് റൂം തരാൻ കഴിയില്ലെന്ന് പറയുകയും ചെയ്തു. ഒടുവിൽ ഞാൻ നിരാശയോടെ മടങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മ വരികയും അദ്ദേഹത്തിൻ്റെ അമ്മ കുഴപ്പമില്ല 10 ദിവസത്തേക്കല്ലേ 500 രൂപയ്ക്ക് എടുത്തോളൂ എന്ന് പറയുകയും ചെയ്യുന്നത്. ഞാൻ വാരണാസിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നടന്നിങ്ങനെ ചില തെരുവുകളിലേക്ക് കയറുന്ന സമയത്ത് വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഫീലിംഗ് ആണ് ആ സ്ഥലം നമുക്ക് തരുന്നത്. പലപ്പോഴും വേറെ ഏതോ ഒരു നൂറ്റാണ്ടിൻ്റെ കയ്യൊപ്പുകൾ അവശേഷിപ്പിച്ച പോലെ, അല്ലെങ്കിൽ ഗതകാല സ്മൃതികൾ തളം കെട്ടിക്കിടക്കുന്ന ചില ഇടവഴികൾ പോലെ, അങ്ങനെ ചില സ്ഥലങ്ങൾ നമുക്ക് വാരണാസിയിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഋഷികേശിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കോട്ടേജിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് ഒന്നുകൂടി നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഋഷികേശിൻ്റെ ഈ പ്രധാന മേഖല എന്ന് പറയുന്നത് ഗംഗാ നദി ഒഴുകുമ്പോൾ അതിൻ്റെ 2 കരകളിലായിട്ടാണ്. ഞാൻ ഉണ്ടായിരുന്നത് ഇക്കരയാണെങ്കിൽ അക്കരെയാണ് ത്രയംബകേശ്വർ ക്ഷേത്രം പോലെ ഋഷികേശിൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്ഷേത്രം ഉള്ളത്. അതുപോലെ തന്നെ ഋഷികേശിൻ്റെ പഴമയും എല്ലാം അക്കരെയാണ് ഉള്ളത് എന്നെനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഞാൻ പല ആളുകളുടെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ ഗോഘട്ടിനടുത്തേക്ക് തന്നെ പോകാൻ അത്തരത്തിലുള്ള ഒരു ഇടവഴി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ആ വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കി. വളരെ ചെറിയ സ്ട്രെച്ച് ആയിരുന്നെങ്കിൽ പോലും എനിക്ക് വ്യക്തിപരമായിട്ട് യാത്രകളിൽ എന്നെ ഒരുപാട് തൃപ്തിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളാണ് ഇത്തരത്തിലുള്ള ചെറിയ പടവുകൾ, ഇത്തരത്തിലുള്ള ചെറിയ വഴികളൊക്കെ. ഋഷികേശിൻ്റെ ഈ 2 കരകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ കരകളെ ബന്ധിപ്പിക്കുന്നത് 2 പാലങ്ങളാണ്, രാം ഝൂലയും ലക്ഷ്മൺ ഝൂലയും. ലക്ഷ്മൺ ഝൂല എന്ന പാലം ഋഷികേശ് എന്ന് പറയുന്ന സ്ഥലത്തെ ഡിഫൈൻ ചെയ്യാൻ തക്ക ഐക്കോണിക് ആയിട്ടുള്ള ഒരു പാലമാണ്. നമുക്കറിയാം മനുഷ്യന്റെ പുരോഗതിയിൽ, നമ്മളുടെ നാഗരികതയിൽ തന്നെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാലങ്ങൾ എന്ന് പറയുന്നത്. നദികൾ അകറ്റി നിർത്തിയ ഭാഷയെ, സംസ്കാരത്തെ, സാധ്യതകളെയെല്ലാം പലപ്പോഴും പാലങ്ങൾ ഒന്നാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഋഷികേശ് എന്ന് പറയുന്ന സ്ഥലമായിട്ട് കൂട്ടി വായിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ലക്ഷ്മൺ ഝൂല കാണാനായിരുന്നു അടുത്തതായി എൻ്റെ യാത്ര. പക്ഷേ ഏതാണ്ട് 3 കിലോമീറ്റർ നീണ്ട എൻ്റെ ആ നടത്തം വലിയൊരു നിരാശയിലാണ് അവസാനിക്കുന്നത്. ഒരുപക്ഷെ ഋഷികേശിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ലക്ഷ്മൺ ഝൂലയും അതിൻ്റെ വശങ്ങളായിട്ടുള്ള ആശ്രമങ്ങളുമായിരിക്കും. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് ലക്ഷ്മൺ ഝൂല കാണാൻ സാധിച്ചത് ഇങ്ങനെയാണ്. പഴയ ലക്ഷ്മൺ ഝൂല പൊളിച്ചിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് പുതിയ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ പിന്നിൽ കാണാൻ കഴിയുന്നത്. പല വഴികൾ വന്ന് ലക്ഷ്മൺ ഝൂലയുടെ അടുത്ത് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഈ പാലം ഇപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് ആ ഏരിയയിൽ മൊത്തത്തിലൊരു മൂകതയും, ഋഷികേശ് എന്ന് പറയുന്ന സ്ഥലം അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട പോലൊക്കെ ഒരു ഫീലും ഒക്കെ അവിടെ തോന്നുന്നുണ്ടായിരുന്നു. എൻ്റെ യാത്ര 100 ദിവസം പിന്നിടുമ്പോൾ ഞാൻ മണാലിയിലാണ്. എഴുത്ത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സമയവും എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് വീടിനുള്ളിൽ തന്നെ എൻ്റെ ടേബിളിലിരുന്ന് പീർപ്പാഞ്ചൽ റേഞ്ചിലെ ഹിമാലയൻ മലനിരകളിൽ വെയിലും കാറ്റും മാറി മാറി വരുന്നത് കണ്ടിരിക്കുന്നതല്ലാതെ എൻ്റെ റുട്ടീൻ വളരെ സിമ്പിളാണ്. ഞാൻ മണാലിയിലെ ഈ വീട് എൻ്റെ ഒരു സ്പേസ് ആക്കി ഗ്രാജുവലി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിന്, എൻ്റെ ലൈഫ് സ്റ്റൈലിന് അങ്ങനെ എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്ന ഫീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടൊരു കാലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ഹോട്ടൽ മുറികളിൽ തങ്ങുകയൊക്കെ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടെന്ന് പറയുന്ന ആ ഫീലിങ്ങും ഒരു നീണ്ട സമയം ഒരേ സ്ഥലത്ത് താമസിക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യകതയൊക്കെ ഒരുപക്ഷെ പ്രായത്തിൻ്റെതായിരിക്കും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് യാത്രയും ട്രക്കിങ്ങും എല്ലാം. അപ്പോൾ യാത്രയാണെങ്കിലും ട്രക്കിംഗ് ആണെങ്കിലും ഇത് രണ്ടും നല്ല ഫിറ്റ്നസ് ഡിമാൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ നീണ്ട യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പാടുള്ളൊരു കാര്യമാണ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ നിയന്ത്രിക്കാനും എല്ലാം. ഞാൻ മണാലിയിൽ കുറച്ചധികം ദിവസങ്ങൾ താമസിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫിറ്റ്നസിനെ വളരെ സീരിയസ് ആയിട്ട് വീണ്ടും കണ്ടു തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം മണാലിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ച് ഹൈക്കുകളും ട്രക്കുകളും ചെയ്യണം എന്ന് പറയുന്ന എൻ്റെ ആഗ്രഹം കൂടിയാണ്. ഫോർട്ട് പ്ലേഡ് ഓഫീസിൽ ഒരു മിനി ജിം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഡെയിലി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫിറ്റ്നസിൻ്റെ 80% എന്ന് പറയുന്നത് ഡയറ്റും അതുപോലെ തന്നെ നല്ല ഉറക്കവുമാണ്. ഞാൻ ഫോളോ ചെയ്യുന്നതിൽ ഏറ്റവും ഐഡിയൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഡയറ്റ് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഡയറ്റാണ്. അപ്പോൾ ആ ഡയറ്റിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് മണാലിയിൽ വെച്ച് സാധിച്ചു. അത് ഒരു 0 കാർബ് 0 ഷുഗർ ഫുൾ പ്രോട്ടീൻ ഫുൾ ഫാറ്റ് ഡയറ്റാണ്. അത്യാവശ്യം ഇൻറ്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാറുള്ള അതുപോലെ തന്നെ ഹൈക്കുകളൊക്കെ പോലുള്ള ദിവസങ്ങളിൽ മാത്രമാണ് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് റൈസായിട്ടൊക്കെ കഴിക്കാറുള്ളത്.
അപ്പോൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനും കൂടെ തുടങ്ങിയ സമയത്ത് ഞാൻ ആ പ്രോസസ്സ് കൂടുതൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് എല്ലാ ദിവസവും കുക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത്. ഒപ്പം തന്നെ 2-3 ദിവസം കൂടുന്ന സമയത്ത് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മണാലി മാർക്കറ്റിലേക്ക് നസോഗിയിൽ നിന്ന് പോകുന്ന ട്രെയിലിലൂടെ പോയിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ്. വശിഷ്ഠിൽ പോയുള്ള ഹോട്ട് സ്പ്രിങ്ങിലുള്ള കുളിയും എൻ്റെ റൊട്ടീൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള റൊട്ടീനൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ഓഫ് ഹോം കിട്ടി തുടങ്ങുന്നത്. നല്ല ഇടിവെട്ടി മഴ പെയ്ത ഒരു രാത്രിക്ക് ശേഷം അടുത്ത ദിവസം രാവിലെ എനിക്ക് റോഷനങ്ങളുടെ ഒരു കോള് വരുന്നു. റോഷനങ്ങളും ആൻറ്റിയും കാട്ടിലേക്ക് പോവുകയാണ്. അവർ സ്ഥിരമായിട്ട് കാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാറുള്ള വിഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ഞാനും ആരൂപാവയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പിക്നിക്ക് പോലെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് തന്നെ ഞാനും ആരൂപാവയും റോഷനങ്ങളുടെ വീട്ടിൽ പ്രസന്റ് ആവുകയും റോക്കി എന്ന പേരുള്ള ഞങ്ങളുടെ പട്ടിയും കൂടെ കൂട്ടി ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ മുകളിലേക്ക് പോകുന്ന നസോഗിയിലൂടെ ഒഴുകുന്ന ഒരു അരുവിയുണ്ട്. ഈ അരുവിയുടെ കരപറ്റി പോകുന്ന ഒരു ട്രെയിലുണ്ട്. ഈ ട്രെയിലിലൂടെ ഞങ്ങൾ മുകളിലേക്ക് നടന്നു. നസോഗിയിൽ നിന്ന് തുടങ്ങുന്ന ഈ ട്രെയിൽ കയറി ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് ലാമാഡൂക്ക് എന്ന് പറയുന്ന ഒരു പീക്കാണ് വരാറുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഈ അടുത്തിടയ്ക്ക് മലയാളിയായിട്ടുള്ള ഏതൊരു വ്ളോഗർ അവിടെ വരികയും ലാമാഡൂക്ക് എന്ന് പറയുന്ന ഈ പീക്കിലേക്കുള്ള ട്രക്കിങ്ങിനെ വളരെ ഭീകരതയുള്ള വളരെ ഡിഫിക്കൽട്ടായ ഒരു ട്രക്കായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മതികെട്ടാൻചോല, മന്നവൻചോല ഈ ട്രക്കുകളുടെ അത്രയും പോലും ഡിഫിക്കൽട്ടി ഇല്ലാത്ത ഒരു ഹൈക്കെന്ന് വിളിക്കാവുന്ന യാത്ര മാത്രമാണ് ശരിക്കും ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഈ പറഞ്ഞ ഭീകരതയൊക്കെ ഒരുപക്ഷെ വിന്റർ ടൈമിലോ അല്ലെങ്കിൽ മൺസൂൺ സീസണിൽ മാത്രമൊക്കെ ഒരുപക്ഷെ കാണാൻ സാധിച്ചു എന്ന് വരും. ഈ ട്രെയിൽ ഫോളോ ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു വശത്ത് ഈ അരുവി തടഞ്ഞു നിർത്തി ചെറിയൊരു ചെക്ക് ഡാം ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് ഈ ഗ്രാമത്തിലെ പല വീടുകളിലേക്കുള്ള പൈപ്പുകൾ വരുന്നത്. നമ്മൾ ഇടുക്കിയിലൊക്കെ പോയാൽ ഒരുപക്ഷെ കാണാൻ സാധിക്കുന്ന ഈ പൈപ്പുകൾ ഉപയോഗിച്ച് വെള്ളം കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നസോഗി എന്ന് പറയുന്ന വില്ലേജിലും കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ ഓരോ വീട്ടിലേക്ക് ഓരോ പൈപ്പുണ്ട്. അപ്പോൾ റോഷനങ്ങളുടെയൊക്കെ പൈപ്പ് നമുക്കറിയാം. അപ്പോൾ ആ പൈപ്പിൽ നിന്ന് ഞങ്ങൾ വെള്ളം ശേഖരിക്കുകയും അതേസമയം റോക്കി ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു റീചാർജിൻ്റെ ഭാഗമായിട്ട് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നു. ഈ ട്രെയിൽ ഞാൻ 2016 വന്നതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് ഗ്രാമത്തിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന സമയത്ത് പഴയ മാതൃകയിലുള്ള കുറച്ച് ഹിമാചലി വീടുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് 3-4 നിലയുള്ള പല കെട്ടിടങ്ങളും വന്നിട്ടുണ്ട്. ഈ വികസനത്തിന്റെ ബാക്കിപത്രമായിട്ട് തന്നെ അരുവിയിലും അത്യാവശ്യം പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ വനവിഭവങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നിധിയെന്ന് തന്നെ പറയാവുന്ന ഒരു വിഭവം തേടിയാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ ഈ യാത്ര. उसमें बकरी खा गई और जो 4 थे उसमें आम आ गए और मुझे इतनी खुशी हुई काइंड ऑफ मुझे लगा कि मेरा बच्चा पैदा हुआ और दुख की बात ये है गांव वाले सभी खा रहे हैं और सभी बड़ी तारीफ करते हैं. मैंने अभी तक उस सीजन पे घर पे अवेलेबल नहीं था तो मैं अभी तक नहीं खा पाया. ആ നിധി ആദ്യമായിട്ട് കണ്ടെത്താൻ ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് കാട്ടിലൂടെ നടക്കേണ്ടി വന്നു. इसको भी है कैसा है फ्रेश देखो. लोकल भाषा में क्या बोलते हैं? किनिप्रो. किनुप्रो. हाँ क्या है कैसे बोलते हैं किनुप्रो देख के